സന്നിധാനത്ത് തീർത്ഥാടക പ്രവാഹം ഇന്നലെ 18-ാം പടി കയറിയത് 83,024 തീർത്ഥാടകരാണ്. അതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത് 15,032 പേരാണ്. അതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന സ്പോട്ട് ബുക്കിംഗ് കണക്കാണിത്. ഇന്ന് രാവിലെയും നല്ല തിരക്കാണ് സന്നിധാനത്ത്. രാവിലെ 6 മണിവരെ 23,507 തീർത്ഥാടകർ എത്തി. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും കടുത്ത നിയന്ത്രണങ്ങളില്ല. സി വി അനുമോദ് ചേരും സന്നിധാനത്തൊന്നും വിവരങ്ങളുമായി. അനുമോദ, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്താണ്, ഇന്ന് നല്ല തിരക്കാണോ? എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഭവ്യ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം അവധി ദിവസങ്ങൾ തുടങ്ങുകയാണ്. ശനിയും ഞായറുമൊക്കെ സാധാരണഗതിയിൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച മുതൽ അതേ ഒരു സാഹചര്യമാണ്. അത് സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നും ഉള്ളത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറിൽ 3,000-നും 4,000-നും ഇടയ്ക്ക് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഡിസംബർ 6 ആയതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ സന്നാഹം, അതേപോലെ NDRFന്റെയും മറ്റ് വിഭാഗങ്ങളുടെ എല്ലാം സുരക്ഷാ പരിശോധനകൾ ഇന്ന് കർശനമാണ്. പക്ഷേ ഈ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട സാഹചര്യമല്ല. ഇപ്പോൾ രാവിലെ ഈ ഒരു സമയം വരേക്ക് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ദർശനത്തിനെത്തിയവരുടെ വരി ശരംകുത്തിയിലേക്ക് നീളുന്ന ഒരു സാഹചര്യമാണ് രാവിലെ നമ്മൾ കാണുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ പമ്പ മുതൽ ശരംകുത്തി വരേക്ക് എവിടെയും വലിയ പ്രശ്നങ്ങളില്ല. തെളിഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് സുഖമായിട്ട് കയറി വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ നടപ്പന്തൽ മുതൽ പ്രത്യേകിച്ച് 18-ാം പടി കയറുന്നത് മുതൽ മലയപ്പുറം വരെ ആരും ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 ലെയർ സുരക്ഷ ആണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. പോലീസിന്റെ നിരീക്ഷണം എല്ലായിടത്തും ശക്തമാക്കിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ മുൻ വർഷങ്ങളിലൊക്കെ തുടർന്നിരുന്ന ആ സുരക്ഷാ രീതികൾ ഡിസംബർ 6-ന് ഇന്നും സന്നിധാനത്ത് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഇത് തീർത്ഥാടകരെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ തീർത്ഥാടകർക്ക് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കുറെക്കൂടി കർശനമായിട്ട് അനുസരിക്കേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതിൽ അത്രമാത്രം വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ ബറ്റാലിയൻ ഇന്നു മുതലാണ് ചുമതലയേൽക്കുന്നത്. അങ്ങനെ പുതിയ ബറ്റാലിയൻ ചുമതലയേൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം 18-ാം പടിയിലെ സേവനത്തിലുള്ള പോലീസുകാർ മാറുന്നു എന്നുള്ളതാണ്. പുതിയ പോലീസുകാർ സേവനത്തിൽ വന്ന് അവര് ഈ ഒരു ഇതുമായൊരു വേഗത പൊരുത്തപ്പെടേണ്ട സാഹചര്യം എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം മുൻപ് 80 പേരെയൊക്കെ മിനിറ്റിൽ 18-ാം പടി കയറ്റുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ 60-70 പേരെ കയറ്റുവാൻ കഴിയുകയുള്ളൂ. കാരണം അവർക്ക് ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു സമയമെടുക്കും. മറ്റെല്ലാം തന്നെ സുഗമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പുതിയ ബറ്റാലിയൻ എത്തി. അതേപോലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ന് മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതലാണ്. പക്ഷേ സന്നിധാനത്ത് ഇന്ന് തിരക്ക് ഏറെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും മണിക്കൂറുകളിലും കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തും. പമ്പയിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും 80,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുമെന്ന ഒരു കണക്കുകൂട്ടലിലാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ഭവ്യ, ശരി. സി വി അനുമോദാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. താങ്ക് യു. ശബരിമല തുറന്നിരിക്കുന്നതിന്റെ അടയാളം മാത്രമല്ല അഴി. ശബരിമലയിൽ ഇരുമുടിയേറ്റി വരുന്ന വിശ്വാസികൾക്ക് ഏറെ വൈശിഷ്ട്യം നിറഞ്ഞതാണ് ഇതിന്റെ ആത്മീയാഖ്യാനങ്ങൾ. ശബരിമല നട തുറക്കുന്നത് മുതൽ തീർത്ഥാടനകാലം കഴിഞ്ഞ് നട അടയ്ക്കും വരെ എരിയുന്ന ഒന്നാണ് അഴി. ശബരിമല തുറന്നിരിക്കുന്നതിന്റെ അടയാളം കൂടിയാണ് എരിയുന്ന ഈ അഴി. നട തുറക്കുന്ന ദിവസം മേൽശാന്തിയാണ് ആഴിക്ക് തിരികൊളുത്തുന്നത്. ആഴി നമ്മൾ അഗ്നി ഭഗവാനായിട്ടാണല്ലോ കാണുന്നത്. നമ്മൾ ആദ്യകാലം മുതൽ വേദത്തിൽ സ്തുതിക്കുന്നത് അഗ്നിയാണ്. അഗ്നിമേലെ പുരോഹിതം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാ കർമ്മങ്ങൾക്കും അഗ്നിയെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നതാണ്. എല്ലാ കർമ്മ വിളക്കൊക്കെ തെളിയിച്ചാണല്ലോ നമ്മൾ കർമ്മങ്ങൾ തുടങ്ങുന്നത്. എല്ലാ കർമ്മങ്ങൾക്കും അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ശബരിമല അഗ്നി ആഴി എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം ശബരിമല അയ്യനെ കാണാൻ മനസ്സിൽ നമ്മൾ ആഗ്രഹം ആകുമ്പോൾ തന്നെ നമ്മൾ മണ്ഡലകാലം 41 ദിവസം മുദ്ര ധരിച്ചു, വ്രതം അനുഷ്ഠിച്ചു. നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളുടെ നമ്മൾ വ്രതകാലം 41 ദിവസം പൂർത്തിയാക്കി. അടുത്ത പിന്നെ കെട്ടുനിറയാണല്ലോ. അതിൽ നമ്മൾ
ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ട ഒന്നാണ് നെയ്തേങ്ങ. വിശ്വാസപൂർവം ഇരുമുടിയിൽ നെയ്ത്തേങ്ങകൾ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നു. നെയ്യ് അയ്യനും നെയ്ത്തേങ്ങകൾ ആഴിക്കും സമർപ്പിക്കുന്നു. ഇതിന് വിശ്വാസതലത്തിലും ഒരുപാട് അർത്ഥ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ രണ്ട് സങ്കല്പമാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ സൂക്ഷ്മമായിരിക്കുന്ന ശരീരവും സ്ഥൂലമായിരിക്കുന്ന ശരീരവും എന്നും പറയുന്നുണ്ട്. നമുക്ക് സ്ഥൂലമാകുന്ന ശരീരത്തിൽ നിന്നുള്ള സങ്കല്പത്തിൽ നാളികേരവും സൂക്ഷ്മം എന്നുള്ള ശരീരത്തിൽ നെയ്യിനെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ആ നെയ്യ് നമ്മൾ ഭഗവാൻ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നാളികേരം നമ്മൾ ആഴിയിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ മോക്ഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാം അവസാനം അന്ത്യത്തിൽ നമ്മൾ ഈശ്വരനിൽ എത്തുകയെന്നാണ് നമ്മളെല്ലാവരുടെയും സങ്കല്പം. അന്നേരം നാളികേരം നമ്മൾ അതേപോലെ ഈ നെയ്യ് ഭഗവാൻ അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിഷ്ടമായിട്ടുള്ള നാളികേരം നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുകയാണ്. പഞ്ചഭൂതത്തിലൊന്നായ അഗ്നിയിൽ അത് എരിഞ്ഞു തീരുകയാണ് ചെയ്യുന്നത്. എല്ലാം പ്രകൃതിയോട് ചേരുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. അതെ 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 നമ്മുടെ ജന്മജന്മാന്തരമുള്ള ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് മോക്ഷം അല്ലെങ്കിൽ ഭഗവത് സായുജ്യം ലഭിക്കുമെന്നുള്ളതാണ് സങ്കല്പം. ആഴിക്കടുത്തുള്ള ഈ ആൽമരവും വിശ്വാസികളെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ്. ഇത്രയും ചൂടും പുകയും അടുത്ത് നിന്നിട്ടും ആൽമരത്തിലെ ഇലകൾ കരിയുന്നില്ലെന്ന് അവർ പറയുന്നു. ആലിന്റെ ഇലകളൊന്നും പോലെ അധികം കരിയുന്നു. അതെ 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 അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ഇത്രയും ചൂടുണ്ടെങ്കിൽ അതിന് ഒരു കേടും വന്നിട്ടില്ലെന്നാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പമാണല്ലോ അറിയാലെന്ന് പറയുന്നത്. അതെല്ലാം ഈശ്വരാംശമാണ്. ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഒരില പോലും അങ്ങനെ ഒരു കേട് വന്നതായിട്ട് കേട്ടിട്ടില്ല. ഒരു വിശേഷപ്പെട്ട അതെ 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 അതെ. പുണ്യപാപങ്ങളുടെ ചുമട് താങ്ങിയെത്തുന്ന വിശ്വാസികൾ ആത്മാവാകുന്ന നെയ്യിനെ അയ്യന് സമർപ്പിക്കുന്നു. അഹങ്കാരങ്ങളുടെ മോഹങ്ങളുടെ പുറന്തോടിനെ ആഴിയിൽ സമർപ്പിക്കുന്നു. വിശ്വാസികൾക്ക് ആശ്വാസമാകുവാൻ ആധ്യാത്മിക പാതയിൽ ഇത്തരം അനുഭവങ്ങൾ വലിയ കരുത്താണ്. ബിപിൻ മുരളിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.